ഹായ് ഓൾ, ഇന്ന് നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാനിവിടെ ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. അതിതുപോലെ ലൈനിങ്ങുമായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല വശത്ത് വേണം ലൈനിങ് ഇതുപോലെ അറ്റാച്ച് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് നെക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിത് ഹൈഡ് ചെയ്ത് ഫിനിഷ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നെക്കിലൂടെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഷോൾഡറിൽ സ്റ്റിച്ച് ചെയ്തു, പിന്നെ ആം ഹോളിൻ്റെ സൈഡും 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. 1/4 ഇഞ്ചിൽ താഴെയോ മതി സ്റ്റിച്ച് ചെയ്യുക. ആം ഹോളിൻ്റെ അതിലെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ താഴത്തെ ബോട്ടം ഭാഗവും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുന്നുണ്ട്. അവിടെ എൻഡ് ചെയ്യാം. ഇനി നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷായിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. എല്ലാ കോണും കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ തിരിച്ചിടുക. ഇതുപോലെ ഒന്ന് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. ബാക്ക് പാർട്ടിലാണ് നമ്മൾ ഓപ്പണിങ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണ് അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കേണ്ടത്, ബാക്ക് പാർട്ടിൻ്റെ തന്നെ. അപ്പം ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ നല്ല വശം റൈറ്റ് സൈഡാണെങ്കിൽ മറ്റേ പാർട്ടിൻ്റെ നല്ല വശം ലെഫ്റ്റ് ആയിരിക്കണം. ഇപ്പോൾ ഇവിടെ നമ്മൾ 2 വശവും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഒരേ വശത്ത് പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ഫ്രണ്ടിൻ്റെ നെക്ക് വരുന്ന പോർഷനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് ഇതുപോലെ നല്ല വശവും കൂടെ ഇതുപോലെ യോജിപ്പിക്കുക. ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് ഒന്ന് പിൻ ചെയ്ത് വെക്കുക. ഇതും ഹൈഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിനനുസരിച്ച് സൈഡിൽ കൂടെ വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ താഴേന്ന് സൈഡിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഷോൾഡർ അറ്റാച്ച് ചെയ്യുക. 1/4 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നെക്ക് സ്റ്റിച്ച് ചെയ്യാം 1/4 ഇഞ്ചിൽ. നെക്ക് കറക്റ്റ് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക. വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യരുത്. ഇനി ഇപ്പുറത്തെ ഷോൾഡറും സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ എൻഡ് ചെയ്യുക. നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. നമുക്ക് നോച്ചിട്ട് കൊടുക്കാം. ചെറിയൊരു കട്ടിങ് നെക്കിന്. ഇനി നമുക്കിത് തിരിച്ചിടാം. എല്ലാ കോണും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ചിടുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലെ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. അതായത് പ്രിൻസസ് കട്ടിൻ്റെ കട്ടിങ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ആദ്യം ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിന് നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പിൻ ചെയ്യുക. എന്നിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് പോവുക. പ്രിൻസസ് കട്ടിൻ്റെ ഷേപ്പ് വരുന്നിടത്താണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. 1/4 ഇഞ്ചിൽ. ഇനി ആം ഹോളിൻ്റെ അവിടെ സ്റ്റിച്ച് ചെയ്യാം. സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അവിടെ എൻഡ് ചെയ്തിട്ട് അതൊന്ന് തിരിച്ചിടാം.
ഷേപ്പിൽ വേണമെങ്കിൽ ചെറിയൊരു കട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തിരിച്ചിട്ട് ഇതിൻ്റെ ആ കോണ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം തിരിച്ചിടാൻ. ഇതുപോലെ തന്നെ മറ്റേ പീസും വെക്കുക. അന്നേരം ഒരെണ്ണം ലെഫ്റ്റാണ് നല്ല വശമെങ്കിൽ മറ്റേതിൻ്റെ റൈറ്റ് ആയിരിക്കണം നല്ല വശം വരുന്നത്. ആ രീതിയിൽ വേണം നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിത് ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്യാം. അപ്പം നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ നല്ല വശവും ഇതുപോലെ യോജിപ്പിക്കുക. എന്നിട്ട് ആ ഷേപ്പിൽ പിൻ ചെയ്ത് വെച്ച് ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കറക്റ്റ് ആ ഷേപ്പ് വരുന്നിടത്ത് നിർത്തി ഇതുപോലെ ആ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ മാറ്റി മാറ്റി വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതിന് ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതും ഇതുപോലെ നല്ല വശവും കൂടെ യോജിപ്പിച്ച് വെക്കുക. എന്നിട്ട് ഞാൻ താഴെ നിന്നാട്ടോ തുടങ്ങുന്നത് സ്റ്റിച്ചിങ്. താഴെ നിന്ന് 1/2 ഇഞ്ചിൽ സ്റ്റാർട്ട് ചെയ്ത് ആ ഷേപ്പിൻ്റെ അവിടെ നിർത്തി ആ ഷേപ്പിലൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. ഇപ്പം നമ്മൾ ഫ്രണ്ടും ബാക്കും ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ഇതുപോലെ നല്ല വശവും ഇതുപോലെ യോജിപ്പിക്കുക. നമുക്ക് ബാക്കിലാണ് ഓപ്പണിംഗ് വരുന്നത്, അതുകൊണ്ട് ബാക്ക് 2 പീസായിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ വേണമെങ്കിൽ നല്ല വശത്ത് പതിച്ചടിക്കുകയും കൂടെ ചെയ്യാം. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്തും സ്റ്റിച്ച് ചെയ്യാം. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലായിരിക്കണം. നെക്കും ആം ഹോളും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ 2 വശത്തും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളിവിടെ സ്ലീവിന് ലൈനിങ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്യാം. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിടാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലെ ജസ്റ്റ് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്താൽ മതി ലൈനിങ്ങുമായിട്ട്. അന്നേരം നല്ല വശം മേലെ വരുന്ന രീതിയിലാണ് ഞാനിതിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. പതിച്ചടിക്കുകയാണെങ്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി. അല്ല തിരിച്ചിടുകയാണെങ്കിൽ നല്ല വശം ഉള്ളിൽ പോകുന്ന രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. എന്നിട്ട് തിരിച്ചിടുക. ഇതുപോലെ 2 സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ബോഡി പാർട്ടിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അതിനാദ്യം സ്ലീവിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഇനി ഫ്രണ്ടും ബാക്കും നോക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ നല്ല വശവും യോജിപ്പിച്ച് വെച്ച് ഇതുപോലെ 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവിൻ്റെ ബോട്ടം പാർട്ട് ഒന്ന് മടക്കി അടിക്കണം. അതിന് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഇതുപോലെ ഒന്ന്
1/2 ഇഞ്ചിൽ 2 പ്രാവശ്യമായിട്ട് മടക്കുക. അതായത് ആദ്യം 1/2 ഇഞ്ച് മടക്കുക, വീണ്ടും ഒരു 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്തെ സ്ലീവും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. സ്ലീവിൻ്റെ ഭാഗമാണ്. അപ്പം ഇതുപോലെ 1 ഇഞ്ച് സീമാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് സീം കൊടുത്ത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിൽ ലൂപ്പ് അതായത് ഹുക്കും ലൂപ്പും വെക്കണമല്ലോ. അപ്പം അത് ഇതുപോലെ വെക്കുക. റൈറ്റ് സൈഡിലാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്, ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ലൂപ്പ് വെക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇതുപോലെ ഒരു പീസ് എടുക്കുക. ഒരെണ്ണം 2 ഇഞ്ച് വീതിയിലും ഒരെണ്ണം 3 ഇഞ്ച് വീതിയിലും വേണം ഇതുപോലത്തെ ഓരോ പീസ് എടുക്കാൻ. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് റൈറ്റ് സൈഡിൽ, അതായത് ഹുക്ക് വെക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഒന്ന് മടക്കി ഇതുപോലെ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിൽ വെച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. നല്ല വശത്താണ് ഇത് സ്റ്റിച്ച് ചെയ്തത്. ഇനി അത് ഇതുപോലെ തിരിച്ചിടാം. ഇനി തിരിച്ചിട്ടിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ, ഇതിപ്പം ഉൾവശമാണ് മേലെയുള്ളത്, അപ്പോൾ ഈ ഉൾവശത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചിടുന്ന രീതിയിൽ ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഹുക്ക് വെക്കുക, ഈ ഭാഗത്താണ്. നമുക്ക് എക്സ്ട്രാ വരുന്നത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹുക്കിൻ്റെ ലൂപ്പ് വെക്കാം. ലൂപ്പ് വെക്കാൻ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലെ മറ്റേ വീതിയുള്ള പീസ് എടുക്കുക. അതായത് 3 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത വീതിയുള്ള പീസ് എടുക്കുക. എന്നിട്ട് ചീത്ത വശത്ത്, അതായത് മറുവശത്താണ് നമ്മൾ ഇത് വെക്കുന്നത്, നേരത്തെ ചെയ്ത പോലെ. പക്ഷേ ആ പീസ് ഫോൾഡ് ചെയ്യാതെ നിവർത്തി ഇതുപോലെ നെക്കിൻ്റെ അവിടെ ഒരു മടക്ക് കൊടുത്ത്, ഉള്ളിലോട്ടൊരു മടക്ക് കൊടുത്തിട്ട് ഇതുപോലെ സൈഡ് 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് അതിൻ്റെ ഇനി നല്ല വശം മുകളിൽ വെക്കുക. ഇനി ഇതുപോലെ ഒന്ന് സൈഡൊന്ന് ആദ്യം ഒരു 1/4 ഇഞ്ചിൽ മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കാം. 1/4 ഇഞ്ച് മടക്കി ഒരു സ്റ്റിച്ച് കൊടുക്കാം. മേലെയും സൈഡിലും മടക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ജോയിൻ ചെയ്യണം. അന്നേരം നമുക്ക് ഹുക്കിൻ്റെ ലൂപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് എത്ര ഡിസ്റ്റൻസിലാണോ നമ്മൾ ഹുക്ക് വെക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ 1 ഇഞ്ചിലാണ് അടയാളപ്പെടുത്തുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഇതുപോലൊരു ട്രയാങ്കിൾ വരയ്ക്കുക. എന്നിട്ട് ഇതുപോലെ ടേപ്പ് വെച്ച്
ഓരോ ഇഞ്ച് മാർക്ക് ചെയ്യും. ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ് ഹുക്ക് വെക്കുന്നത്. അപ്പം ആ ഓരോ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രയാങ്കിൾ പോലെ വരച്ചു കൊടുക്കുകയും ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിവിടെ വരച്ചത്. ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. പിന്നെ ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഒരുപാട് വീതിയിലായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നീളം കൂടിയാലും കുഴപ്പമില്ല, വീതി കൂടാതെ നോക്കണം. എന്നിട്ട് അതിൻ്റെ അറ്റത്തൂടെ ഇതുപോലെ ഈ ട്രയാങ്കിളിലൂടെ സ്റ്റിച്ച് ചെയ്ത് വിടുക. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. നിർത്തി കറക്റ്റായിട്ട് ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം നമ്മളിവിടെ ലൂപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ വരുന്നത് കട്ട് ചെയ്ത് കളയാം. കണ്ടോ ലൂപ്പ് വന്നേ. നമുക്ക് ബോട്ടം പാർട്ട് ഫിനിഷ് ചെയ്യണം. അതിന് ഇതുപോലെ ഒരു നീളമുള്ളൊരു 2 ഇഞ്ച് വീതിയിലുള്ളൊരു ക്ലോത്ത് എടുക്കുക. എന്നിട്ട് ഒരറ്റത്ത് ഇതുപോലെ സൈഡൊന്ന് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ കൊടുത്ത് ഒരു ഫോൾഡ് കൊടുത്ത് ഇതുപോലെ അറ്റത്തൂടെ 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. നല്ല വശത്താണ് കേട്ടോ, നല്ല വശവും കൂടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, മാറിപ്പോവരുത്. ഇനി നമുക്കിത് തിരിച്ച് ഇതുപോലെ നിവർത്തുക. എന്നിട്ട് തിരിച്ച് മറുവശത്ത് വന്നിട്ട് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ, ആ പീസ് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ്ങിൽ വരുന്നത്. ഇനി നമുക്ക് ഫൈനൽ ലുക്ക് നോക്കാം.